നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോൺ കാര്യം പാസ്സായോ? ഏയ് അഗ്രികൾച്ചർ ലോണൊന്നല്ല, ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ. നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചായെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടിയല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കയ്യിൽ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കെ പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്ത് ചോക്ലേറ്റ് പെൺപിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അത് മതി. ആമി ആവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്. അല്ല, ഡെന്നിസിന് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. ആരാന്ന്? ഓക്കേ, ഐ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിലാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടിയോ? ഇറങ്ങി മനുഷ്യൻ. ഇത് തന്നെ. അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും. പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനിയൊന്ന് 6 വരെ കാക്ക്. പെണ്ണിന്റെ ഒരു കാര്യം. നീ വായിച്ചോടാ അഡ്രസ്? പിന്നെ എവിടുന്ന? ജലന്ധർ. ജലന്ധർ? നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ യു ആർ എസ് ടി ജലന്ധർ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലെന്തല്ലോ. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണമെന്ന് മാത്രം. സത്യമായിട്ട് ഞാനല്ല. രവിയേട്ടനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നി. ഇട്ടി വീഴും. നീ അല്ലെങ്കിൽ പിന്നെ ആ കൊറിയർ ട്രിവാൻഡ്രത്തിന് എങ്ങനെ വന്നു? അത് നമ്പർ വേണ്ട, സത്യം സത്യം പോലെ പറ. ആമി ട്രിവാൻഡ്രത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ല മുത്തശ്ശിന്റെ അടുത്ത് പോയത്. അവിടെ അവരൊരു 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു 10 days. നീയെല്ലാം ഉറപ്പാണോ? ഗുരുവായൂരപ്പനാണ്, ഞാനല്ല. ആരായിരിക്കും? ഇനി ഐഡിയ? അപർണ എപ്പോ നോക്കിയാലും അവള് രവിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പൂച്ച എടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചാൽ അവളോടൊപ്പം ഞാൻ ചോദിക്കാം. എന്നോട് അവള് സത്യം പറയും. എന്നാ ചൊല്ല്, കയ്യോട് പിടി. ഇനി വന്നേ. ലഞ്ച് റെഡിയാവില്ല. ലഞ്ചല്ല, ഒരു നമ്പർ 1 സദ്യ തന്നെ ഉണ്ടാക്കാം. ആമി വന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്താ അന്നത്തെ പോലെ വൈനുണ്ടോ? എന്തോ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഉണ്ട്, ഒരു മാരേജ് അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. മോള് വാ. അവളല്ല ആമി, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പുറത്തു പോയത് ഹാർഡ്ലി 2 times. അതും ഡോക്ടറെ കാണാൻ ദൈവന്റെ കൂടെ. ഹോപ്പ് യു ആർ നോട്ട് ലൈങ്? നോ മാൻ. പിന്നെ 2 എണ്ണം കൂടെ ഉണ്ടല്ലോ. അതെ, കം, നമുക്കൊരു ജോയിന്റ് അറ്റാക്ക് നടത്താം.
അമ്മി, ഞങ്ങൾ ഒരാൾ രവിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. മാഡ്ലി ഇൻ ലവ് വിത്ത് ഹിം. അതാരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറയില്ല മോളെ. ആരൊക്കെ തലയും കുത്തി നിന്നാലും പറയില്ല. ഞാൻ പിടിക്കും. പിടിക്കും. അതുവരെ തൂ മേരെ ഹീറോ നമ്പർ 1. Come children, come. Lunch is ready. Come on, come on. तू मेरे hero number 1. तू मेरे. ഞാൻ പിടിക്കും മോളെ. നിന്റെ രവി, രവി, പ്രശ്നം പാതി പരിഹരിച്ചു. എന്ത് പ്രശ്നം? ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കം കൊളുത്തി വെച്ച്? നിനക്ക് ഭ്രാന്താ? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ, പൂച്ചയെ അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ഇവിടെ ഒരു ധ്യാനത്തിലാ. ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു പേര് പറയും. അവളെ ഞാൻ കെട്ടും. അവളെ ഞാൻ കെട്ടു. കട്ടായം. പൂച്ചയും പട്ടിയുമെല്ലാം പോയി തുളയട്ടും തമ്പി. ಎಂದ್ರವಾಯಿ ಮಗನೇ ಡೆನ್ನಿಸೆ. ಇದು ಕೈಬಿಟ್ಟು ಪೋಯಿ ಮೋನೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ಬರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲರಿಕೆ ಸಿಗುತ್ತೆ. മുത്തശ്ശി. എന്താ മോനെ? എന്താടാ ഇനി ഹാപ്പി ന്യൂസ്? യെസ്, എ ഹാപ്പി ന്യൂസ്. ഞാൻ തീരുമാനിച്ചു ആരാണ് ഇനിയുള്ള കാലം എന്റെ ജീവിതം ഷെയർ ചെയ്യാന്ന്. കല്യാണം നിശ്ചയിച്ചോളൂ. ഐ എം റെഡി. ആരാ മോനെ? ആരാടാ? വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. രവി പറഞ്ഞിട്ട് പോടാ മോനെ. ചങ്കു കണ്ണാ പറഞ്ഞിട്ട് പോടാ. പെമ്മാടി ആരാവും? വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. അഭിരാമി. യെസ്. നീ ചുമ്മാ അല്ല ഡെന്നീസ്. ഞാൻ തീരുമാനിച്ചു. എന്റെ കള്ളത്തരങ്ങൾ ഏതാണ്ടൊക്കെ അറിയാവുന്നത് അവൾക്കാ. പിന്നെ അവൾക്ക് എന്നെ ലൈഫിനെ കുറിച്ച് വലിയ മോഹങ്ങളൊന്നും മനസ്സിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള കക്ഷികളൊക്കെ ഭയങ്കര അംബീഷ്യസാ. നമ്മുടെ ലൈനിൽ ഒത്തുകിട്ടില്ല. ഷീ ഈസ് സിമ്പിൾ, ഡൗൺ ടു എർത്ത്. എല്ലാത്തിന്റെ മേലെ കോമൺ സെൻസും ഉണ്ട്. അല്ല, അപ്പൊ നിന്നെ സ്നേഹിക്കുന്ന പൂച്ച അയച്ച ചുമ്മാ കുട്ടിക്കളി. ഇനി അതിന്റെ പുറകെ നടക്കാൻ വയ്യ. അതിലൊക്കെ വല്ല സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് മറന്നേക്ക് വന്നേനെ. ഇത് മതി. നീ സംസാരിച്ചോ അവളോട്? ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഞാനത് പുറപ്പെടുക. അമ്മയെ വിളിച്ചോണ്ടിരാൻ. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും നീ അവളോട് ഒന്ന് സംസാരിച്ചേക്കണം. ഞാനോ? ആ, അവളുടെ ഒരു ലൈൻ എന്താന്ന് മനസ്സിലാക്കണമല്ലോ. ഛേ, എനിക്ക് നേരിട്ട് പ്രസന്റ് ചെയ്യാൻ ചമ്മല. അവളുടെ ഭാഗത്തുനിന്നൊരു നോ വരാൻ വഴിയില്ല. ഇക്കാര്യം സമയവും സന്ദർഭവും നോക്കി എങ്ങനെയെങ്കിലും നീ ഒന്ന് ഹാൻഡിൽ ചെയ്യേ. പോയിട്ട് വരട്ടാ. പതുക്കെ. ആ, എല്ലാരും കൂടി ഒരു. അതെ അതെ. ഡോണ്ട് ഫൈറ്റ്. ഓക്കെ. അങ്കിള് ദേ വരുന്നു. എല്ലാരും കളിച്ചു. പിള്ളേരൊരു വഴിയാക്കിയല്ലേ? ഹേയ്, ഐ എം എൻജോയിങ്. നഷ്ടപ്പെട്ട ബാല്യം, നൊസ്റ്റാൾജിയ എന്നൊക്കെ ലിറ്ററേച്ചറിൽ പറയുന്ന ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ട ബാല്യത്തിൽ അങ്ങനെ ഓർക്കാൻ കൊള്ളാവുന്നതായി ഒന്നുമില്ല. ഓർഫനേജും അവിടുത്തെ പട്ടാളച്ചിട്ടയിലെ ജീവിതവും ഇതല്ല. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാം പുതിയതാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. നീച്ച് ശ്വാസം മുട്ടിക്കുന്ന അച്ഛനും അമ്മയും കിട്ടി. ഓരോ വെക്കേഷനും യാത്രകൾ, എല്ലാ കസിൻസും ഒത്തുകൂടുന്ന ദിവസങ്ങൾ, ഒരുമിച്ചാണ് ഉറക്കം, എല്ലാം കൂടി ഒരു മുറിയില്, തലയുടെ കൊണ്ട് സ്റ്റണ്ട്. അങ്ങനെയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. വളർന്നുപോയി, അതാ പറ്റിയ കുഴപ്പം. എന്നും കുട്ടിക്കാലം ഒരു ബോൺസായി ടൈപ്പിൽ അങ്ങനെ നിൽക്കണം. വളർന്നിട്ടും വികൃതിക്കും കുറുമ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അതൊക്കെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുന്നതല്ലേ. മറ്റുള്ളവർക്ക് സന്തോഷാവുന്നെങ്കിൽ ആവട്ടെ എന്നും കരുതി. ഒരു ബിഗ് സർപ്രൈസ് ആമിയെ കാത്തിരിക്കുന്നു. Can you guess? എന്നെ കാത്തൊരു സർപ്രൈസ്. ഇല്ല ഡെന്നിസ്, എന്നെ തേടി വരാനുള്ളത് ഒരു ന്യൂസ് മാത്രമാണ്. അത് കേൾക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം എനിക്കറിയില്ല. ആമി എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ വട്ട്. നമുക്ക് പോവാ ഡെന്നിസ്, ഞാൻ കുട്ടികളെ വിളിക്കാം. ഓക്കേ, ഇറ്റ്സ് എനഫ്. കം ഓൺ, വണ്ടി കയറ്. ഇല്ല